ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥം 14-ാം അധ്യായമാണ് നാം പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 14-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങൾ നമ്മൾ കണ്ടു. സിയോൺ മലമേൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന 144,000 പേര്. ദൈവത്തിൻ്റെ രക്ഷ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കുഞ്ഞാടിലൂടെ ആ രക്ഷയിൽ ദൈവജനവും പങ്കുചേരുന്നു എന്നുള്ള ആശയമാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഈ 144,000 പേരെക്കുറിച്ചുള്ള ചില വിവരണങ്ങളും കണ്ടു. ഇനി അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. 4-ാമത്തെ വാക്യം, അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അതെ, അവർ ബ്രഹ്മചാരികളാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം. അതുപോലെ തന്നെ ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു ഭാഗവും കൂടിയാണ്. ഇപ്പോൾ ഈ കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 144,000 പേരെക്കുറിച്ച് പറയുന്നത് അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? പുരുഷന്മാരെ സ്ത്രീകളെയൊക്കെ വേർതിരിച്ചു കണ്ട് ഒരു കൂട്ടരെ തഴയുന്ന ഒരു ഭാഗമാണോ ഇത്? ഇനി ചിലപ്പോഴൊക്കെ ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇത് പുരുഷന്മാരായ നിത്യബ്രഹ്മചാരികളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പം അതിനൊരു കാരണം പുതിയ നിയമത്തിലുള്ള ചില സൂചനകൾ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ ഒക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ഡന്മാരാകുന്നവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുമല്ലെങ്കിൽ 1 കോരിന്തോസ് 7, 8, 9 എന്നൊക്കെ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 കോരിന്തോസ് 7, 8, 7-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു, എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. എന്നാൽ സംയമനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ. അപ്പോൾ വിവാഹം ചെയ്യാതിരിക്കുക നല്ലതാണ് എന്ന ഒരു ധ്വനിയാണ് ഇവിടെയൊക്കെ ലഭിക്കുക. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ വിവാഹമൊക്കെ കഴിക്കാത്ത ആളുകളെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ തന്നെ വിവാഹം വളരെ പരിശുദ്ധമാണ് എന്നുള്ള സൂചനകളും നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയിൽ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടൊക്കെ സൃഷ്ടിക്കുന്നത് അത് തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയിൽ ഈ വിവാഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രാധാന്യം തന്നെ സൂചിപ്പിക്കാനായിട്ടാണ്. അതുമല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ ഉള്ള ആ സൂചനകൾ, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 22, 21 വാക്യങ്ങൾ, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകൻ. അപ്പോൾ ഇവിടെ വിവാഹത്തെ അത് തള്ളിക്കളയല്ല. വിവാഹം വിശുദ്ധമാണ്, പ്രാധാന്യമേറിയതാണ് എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്.
അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു വാക്യം അത് എപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. ഒരു കാര്യം തീർച്ചയാണ്, ഇത് സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനയല്ല. അതുപോലെ തന്നെ രക്ഷ പ്രാപിച്ചവരിലെ അതിവിശുദ്ധരുടെ ഒരു പ്രത്യേക ഗണവുമല്ല ഇതർത്ഥമാക്കുന്നത്. ഇപ്പോൾ 144,000 പേര് ഒരു ദൈവജനത്തെ നമ്മൾ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് സഭയുടെ മുഴുവൻ പ്രതീകമാണ്, ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല. ചിലരൊക്കെ ഇതൊക്കെ എടുത്തിട്ടാണ് ഈ സഭയിൽ അതിവിശുദ്ധരുടെ ഒരു ഗണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെറ്റുകൾക്ക് അവർ രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ചല്ല അത് പറയുന്നത്, അത് സഭ മുഴുവനെക്കുറിച്ചാണ്. ഇനി ഇവരെക്കുറിച്ച് പറയുന്ന അടുത്തത്, ഇവ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അപ്പോൾ എന്താണ് സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവർ എന്ന് പറയുമ്പോൾ? ഇപ്പം മലിനരാകുക എന്ന് പറയുമ്പോൾ അത് അശുദ്ധമായി തന്നെ സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നതോ ഒക്കെ സൂചിപ്പിക്കാം. അപ്പോൾ അശുദ്ധിയെക്കുറിച്ചുള്ള നിരവധി ചട്ടങ്ങളൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലിനരാകുക എന്നത് ലൈംഗിക ദുർവൃത്തിയെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പഴയ നിയമത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതീകമാണ് വിഗ്രഹാരാധന സൂചിപ്പിക്കാനായിട്ട് ഈ മലിനരാകുക എന്നുള്ള ആ ഒരു പ്രയോഗം സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നകന്ന് അന്യദേവന്മാരുടെ പിന്നാലെ പോകുന്നത്, അത് നമ്മൾ പഴയ നിയമത്തിൽ ജെറമ്യ പ്രവാചകൻ്റെയും എസെക്കിയേൽ പ്രവാചകൻ്റെ ഒക്കെ പുസ്തകങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. വളരെ ശക്തമായിട്ട് നമ്മൾ കാണുന്നത് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിലൊക്കെ ദൈവജനം ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരുടെ പിന്നാലെ പോകുന്നത് വേശ്യാവൃത്തിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ, ആ ഹോസിയ പ്രവാചകൻ ഒരു വേശ്യയെ വിവാഹം കഴിക്കുന്നത്, പ്രതീകാത്മകമായിട്ട് വേശ്യയെ വിവാഹം കഴിക്കുന്നതൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ വേശ്യാവൃത്തി എന്ന് പറയുന്നത് അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീകളോട് ചേർന്ന് മലിനരാകുക എന്ന് പറയുമ്പോൾ അത് കൂടുതലും അത് ഉദ്ദേശിക്കുന്നത് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുക എന്നതാണ്. ഇനി വെളിപാടിൽ ഈ ഒരു പ്രതീകം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. വെളിപാടിൽ 3-ാം അധ്യായത്തിൽ 4-ാം വാക്യം, അവിടെ വസ്ത്രം മലിനമാക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നതാണ്. വസ്ത്രം മലിനരാക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറയുമ്പോൾ അന്യദേവന്മാരുടെ പിന്നാലെ പോകാത്തവർ. കാരണം വെളിപാട് ഗ്രന്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമാണല്ലോ ഈ യഥാർത്ഥ ആരാധന, സത്യദൈവത്തെ ആരാധിക്കുക, അതുപോലെ തന്നെ അന്യദേവന്മാരെ ഒക്കെ ആരാധിക്കുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു സംഘർഷമാണ് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവർ എന്ന് പറയുമ്പോൾ അന്യദേവന്മാരുടെ പിന്നാലെ പോകാതെ അല്ലെങ്കിൽ ചക്രവർത്തി ആരാധനയിൽ പങ്കുചേരാതെ യഥാർത്ഥ ദൈവത്തെ ക്രിസ്തുവിൽ ആരാധിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി വെളിപാടിൽ 2-ാം അധ്യായത്തിൽ ഒക്കെ സഭകൾക്കുള്ള കത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് ദൈവത്തോടുള്ള അവിശ്വസ്തത അല്ലെങ്കിൽ വിഗ്രഹാരാധന, അതൊക്കെ വ്യഭിചാരമാണ്. അപ്പോൾ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് എന്ന് പറയുമ്പോൾ അത് വിജയാതീയ ദേവതകളുടെ പിന്നാലെ പോകുന്നത് അർത്ഥമാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൽ ഇവിടെ ക്ഷേത്രവിരുന്നുകളിൽ പങ്കുചേരുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മലിനരാകുക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. 17-ാം അധ്യായത്തിൽ ബാബിലോണിനെക്കുറിച്ചുള്ള ആ വിവരണത്തിൽ പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കതിലേക്കൊന്ന് കടക്കാം. വെളിപാട് 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവിടെ ജലതുകളുടെ മേൽ ഉപവിഷ്ടയായിരിക്കുന്ന മഹാവേശ്യയെക്കുറിച്ചുള്ള വിവരണമാണ്. ഇനി 2-ാം വാക്യത്തിൽ പറയുന്നു, 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, അവളുമായി, അതായത് ബാബിലോണുമായി ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു,
അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. അപ്പോൾ ബാബിലോൺ എന്ന് പറയുന്നത് രാജ്യങ്ങളെയും ജനതകളെയും ഒക്കെ വഴിതെറ്റിക്കുന്ന ഒരു വേശ്യയാണ്. അപ്പോൾ ഇവിടെ മലിനരാകുക എന്ന് പറയുമ്പോൾ ആ ബാബിലോണിൻ്റെ വ്യവസ്ഥിതികളിൽ പങ്കുചേരുക, തിന്മ നിറഞ്ഞ വ്യവസ്ഥിതികൾ പങ്കുചേരുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുക. അപ്പോൾ മലിനരാകാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ജസബേലിൻ്റെ അല്ലെങ്കിൽ വ്യാജ പ്രവാചകരുടെ പഠനങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക, ബാബിലോണിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥതകളിൽ പങ്കുചേരാതിരിക്കുക, അതോടൊപ്പം രാജാരാധനയിൽ നിന്ന് അകന്നിരിക്കുക. അപ്പോൾ വെളിപാടിലൊക്കെ ആദ്യ അധ്യായം മുതലൊക്കെ സൂചിപ്പിക്കപ്പെടുന്ന ആ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ആവർത്തനം തന്നെയാണിത്. അപ്പോൾ തിന്മയുടെ ഒരു പ്രതീകം തന്നെയാണ് ഇവിടെ വ്യഭിചാരം എന്നുകൊണ്ട് അർത്ഥമാക്കുക. വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോവുക, തിന്മ നിറഞ്ഞ വ്യവസ്ഥകളുമായിട്ട് ഇഴുകിച്ചേരുക, അതിൻ്റെ ഫലങ്ങൾ പ്രതിഫലമൊക്കെ അവർ അനുഭവിക്കുക. അപ്പോൾ അതൊക്കെയാണ് വ്യഭിചാരം കൊണ്ട് അർത്ഥമാക്കുക. അപ്പോൾ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്ത ഇവർ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തി തിന്മ നിറഞ്ഞ് യാതൊന്നിൻ്റെയും പിന്നാലെ പോകാതെ യേശുവിനോട് കുരിശിൽ മരിച്ച ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇവരെക്കുറിച്ച് പിന്നെ വേറെയും ചില സൂചനകൾ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലരൊക്കെ പറയും ഇത് ഒരു പ്രത്യേക ഗണത്തെ സൂചിപ്പിക്കുന്നു. അതായത് പഴയ നിയമത്തിലൊക്കെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാനായിട്ട് പാടില്ല എന്നുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ദാവീദിൻ്റെ കഥയിൽ അതിൻ്റെ ഒരു സൂചന കാണുന്നുണ്ടല്ലോ. ദാവീദ് ഊറിയായെ വിളിച്ച് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ യുദ്ധവേദിയിലായിരിക്കുന്നുണ്ട് അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് പോകുമ്പോൾ ഈ ലൈംഗിക വൃത്തിയിൽ അവർ പങ്കുചേരാതിരിക്കുക. അപ്പോൾ ഒരു പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ആ യുദ്ധ പോരാളികൾ എന്നുള്ള ഒരു അർത്ഥം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആരാധനയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഇവർ ഒരു പുരോഹിത ജനവുമാണ്. കുമ്രാൻ ജനത, മിശിഹായുടെ വരവനായിട്ട് കാത്തിരിക്കുന്ന ആ ജനത, അവരൊക്കെ ഈ ഒരു വിശുദ്ധി പരിപാലിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഉള്ള വേറൊരു അർത്ഥമാണ് സ്ത്രീകളോട് ചേർന്ന് അധപ്പതിച്ച സ്വർഗീയ ദൂതന്മാർ. അപ്പോൾ ഇവർ ഈ സ്ത്രീകളോട് ചേർന്ന് അധപ്പതിച്ച സ്വർഗ്ഗദൂതന്മാരെക്കുറിച്ചൊക്കെയുള്ള സൂചനകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയാണപ്പോൾ അതിൽപ്പെടാത്തവരാണ് ഇതെന്ന് അർത്ഥമാക്കുന്നു. പിന്നെ ഇവർ ബ്രഹ്മചാരികളാണെന്ന് പറയുമ്പോൾ എന്ത് അർത്ഥമാക്കുന്നു? ബ്രഹ്മചാരികളാണ്. അപ്പോൾ അതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം പാർത്തനോസ്, അതാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. പാർത്തനോസ് എന്ന് പറഞ്ഞാൽ അതിന് കന്യക എന്നാണ് അർത്ഥം. അപ്പോൾ അത് ചിലർ പറയും കുമ്രാൻ നിവാസികളെ പോലെ താമസ ജീവിതം നയിക്കുന്നവരാണ് എന്ന് പറയുന്നു. പക്ഷേ എന്താണ് ഇവർ കന്യകകളാണ് എന്ന് പറഞ്ഞ് അർത്ഥമാക്കുന്നത്? അതിനുത്തരം വെളിപാട് ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുഞ്ഞാടിൻ്റെ നിർമ്മലയായ വധുവാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അവർ. വെളിപാട് 19-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കുഞ്ഞാടിൻ്റെ വിവാഹത്തിൽ ആ വധു എന്ന് പറയുന്ന സഭ തന്നെയാണ്. അവരുടെ ആ വസ്ത്രം, നിർമ്മലമായ ആ വസ്ത്രത്തെക്കുറിച്ച് അവിടെ സൂചനയുണ്ട്. അപ്പോൾ അവർ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവർ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ കോറിന്തോസുകാർക്കുള്ള ആ ലേഖനത്തിൽ പൗലോസ്ലീഹയും ക്രിസ്തുവിനുള്ള നിർമ്മല വധുവായിട്ട് സഭയെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മചാരികളായിരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർ എന്നാണ് അർത്ഥം. ഇപ്പോൾ ബാബിലോണിൻ്റെ ആ ഒരു മറു രൂപമാണിത്. അതായത് ബാബിലോണിനെ പോലെ തിന്മയിൽ വ്യാപരിക്കുന്നവരല്ല, ക്രിസ്തുവിനോട് അത് ഒരുമിച്ച് കൂടെ ആയിരിക്കുന്നവരാണ്. ഇനി അവർ ആ തിന്മയുടെ പിന്നാലെ പോകാതിരിക്കുക എന്നോടൊപ്പം അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യമാണ് അവർ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരാണ്.
കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലയിടത്തും നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അവർ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരാണ്. കുഞ്ഞാട് എവിടം വരെയും പോകും, അത് കുരിശ് വരെ പോകും. അപ്പോൾ കുഞ്ഞാടിൻ്റെ പിന്നാലെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാട് തിന്മകൾക്കെതിരെ പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ പങ്കുചേരുക. ഇനി അതിനു വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കേണ്ടി വന്നാൽ പോലും അതിനും തയ്യാറാകുക. 11-ാമത്തെ അധ്യായത്തിൽ 2 സാക്ഷികൾ സാക്ഷ്യം കൊടുക്കുന്നതും അവസാനം മൃഗം വന്ന് അവരെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ ആ ഒരു വിവരണം തന്നെയാണ്. അതായത് കുഞ്ഞാടിനോട് കൂടെ നിന്ന് കുഞ്ഞാടിനോട് വിശ്വസ്തത പുലർത്തി സാക്ഷ്യം നൽകുന്നവർ അവസാനം അവരുടെ ജീവിതം തന്നെ ആ സാക്ഷ്യത്തിനായിട്ട് സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ കുഞ്ഞാടിനോടൊപ്പം അനുയാത്ര ചെയ്യുന്നവരെയാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇപ്പോൾ ഈ ഒരു പ്രയോഗം, കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ എന്ന് പറയുന്ന ഒരു പ്രയോഗം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അത് വളരെ വിശേഷപ്പെട്ടതാണ്. അക്കലൂത്തേയോ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അക്കലൂത്തേയോ അത് സുവിശേഷങ്ങളിൽ ശിഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദവും അതുതന്നെയാണ്, അക്കലൂത്തിയോ എന്നുള്ള ഗ്രീക്ക് പദം. ഇത് സുവിശേഷങ്ങൾക്ക് പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വെളിപാടിൽ ഇവിടെ മാത്രമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ സാക്ഷ്യത്തിൽ പങ്കുചേരുന്നവർ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവവചനത്തിനും യേശുവിൻ്റെ സാക്ഷ്യത്തിനും ഒക്കെ അവൻ സാക്ഷ്യം നൽകിയെന്നത്. അതായത് യേശുവിൻ്റെ സാക്ഷ്യത്തിന്, യേശുവിൻ്റെ കുരിശുമരണത്തിൽ പങ്കുചേരാനായിട്ട് വിളിക്കപ്പെട്ടവർ. അപ്പോൾ സിയോൺ മലമേൽ നിൽക്കുന്ന ഈ 144,000 പേര് അവർ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും നാമം അവരുടെ നെറ്റിയിലുള്ളവരാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർ ബ്രഹ്മചാരികളാണ്. അതായത് ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്നവർ വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകാത്തവരാണ്. ഇനി അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടി അടുത്ത ഭാഗം, അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. അപ്പോൾ ആദ്യ ഫലമായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. അപ്പോൾ എന്താണ് ആദ്യ ഫലമായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത്? അപ്പോൾ അതിന് പഴയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ബലിയർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം, അവിടെ ദേവാലയത്തിൽ അർപ്പിക്കുന്നത് ആദ്യ ഫലങ്ങളാണ്. ആദ്യ ഫലങ്ങൾ. അപ്പോൾ ഈ ആദ്യ ഫലങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ആദ്യ ഫലം അർപ്പിക്കുമ്പോൾ അത് എല്ലാ ഫലങ്ങളും അത് ദൈവത്തിന്, കർത്താവിന് നൽകുന്നതിൻ്റെ പ്രതീകം തന്നെയാണ്. ഇപ്പോൾ വിളവ് മുഴുവൻ കർത്താവിന് നൽകുന്നതിൻ്റെ ഒരു പ്രതീകം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ, ലേവ്യയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പുതിയ നിയമത്തിൽ 1 കോരിന്തോസ് 15, 20, 21 നമുക്കൊന്ന് കാണാം. ഇപ്പോഴാകട്ടെ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. എന്തെന്നാൽ ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതിനാൽ ഒരു മനുഷ്യൻ വഴി മരിച്ചവരുടെ ഉത്ഥാനമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവനുള്ളവരാകും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ച്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അതായത് ആദ്യ ഫലമായിട്ട് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ തുടർന്ന് ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഉയർപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആദ്യ ഫലമായി ഇവർ എടുക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ സമൂഹത്തിലുള്ള ആദ്യ വിളവായിട്ട് ഇവർ അവതരിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ സർവ്വജനവും ദൈവത്തിന് സ്വന്തം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ആദ്യ ഫലമായിട്ട് ഇവർ എടുക്കപ്പെട്ടുവെങ്കിൽ എല്ലാ ജനവും ദൈവത്തിൻ്റേതായിരിക്കും. ആദ്യ വിളവ് എങ്ങനെയോ അപ്രകാരം തന്നെയായിരിക്കും ബാക്കിയുള്ളവരും.
അപ്പോൾ കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ഇവരെ പോലെയായിരിക്കും തുടർന്നു വരുന്ന ആ ജനവും. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ഭൂമിയിൽ വിളവായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള ഭാഗത്തും നമ്മൾ വിളവിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിളവ് ശേഖരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ദൈവജനത്തെ ഇവിടെ ആദ്യ ഫലമായി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഇവർ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഇതുപോലെ തന്നെ സർവ്വ ജനതകളും ദൈവത്തിൻ്റെ സ്വന്തമാകേണ്ടവരാണ് എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നു. ഇനി ഇവിടെ ഇവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആദ്യ ഫലമായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം ഇവർ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടവരാണ് എന്നാണ് അർത്ഥം. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവരാണ്. അല്ലാതെ ഇവർ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല. വിലയ്ക്ക് വാങ്ങപ്പെട്ട ഇവർ സ്വർഗീയ ജെറുസലേമിൽ അംഗങ്ങളായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായ ആ ജനതയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നമ്മളിവിടെ കാണുക. ഇനി തുടർന്ന് 5-ാമത്തെ വാക്യത്തിൽ ഇവരെക്കുറിച്ച് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. 5-ാമത്തെ വാക്യം, അവരുടെ വായിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. അവരുടെ വായിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. ഇപ്പോൾ വ്യാജം കാണപ്പെട്ടില്ല എന്നാൽ വ്യാജം കാണപ്പെട്ടില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, വ്യാജം എന്ന് പറയുമ്പോൾ അതിന് അസാൻമാർഗികത, അശുദ്ധി, വ്യാജപ്രവചനങ്ങൾ, തെറ്റായിട്ടുള്ള അവകാശവാദങ്ങൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അവർ വ്യാജത്തിൻ്റെ പിന്നാലെ പോയില്ല എന്നും അർത്ഥമാക്കുന്നു. വ്യാജം എന്ന് പറയുമ്പോൾ തിന്മയുടെ ശക്തികൾ അല്ലെങ്കിൽ വ്യാജ ദൈവങ്ങൾ. അപ്പോൾ അവരുടെ അധരങ്ങൾ ക്രിസ്തുവിനെ മാത്രമാണ് സ്തുതിക്കുന്നത്. അവരുടെ അധരങ്ങൾ ക്രിസ്തുവിനെ തിരസ്കരിക്കുകയില്ല, വ്യാജ ദൈവങ്ങളെ ആരാധിക്കുകയുമില്ല. അപ്പോൾ വ്യാജം കാണപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ അവർ വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോയില്ല എന്നുകൂടി അർത്ഥമാക്കുന്നു. ഇനി രക്ഷിക്കപ്പെട്ടവരുടെ അധരങ്ങളിൽ വ്യാജം ഇല്ല എന്ന് സെഫാനിയ 3-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി 32-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യം അത് നമുക്കിവിടെ ഒന്ന് വായിക്കാം. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഇപ്പോൾ ഇവിടെ ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ. അപ്പോൾ ആ പഴയ നിയമത്തിലെ ദൈവജനത്തെയും വിശേഷിപ്പിക്കുന്നത് അവരുടെ അധരങ്ങളിൽ, ഹൃദയങ്ങളിൽ വഞ്ചനയില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല എന്ന് യേശയ്യ 53:9 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വ്യാജം പറയുക എന്നത് അത് ക്രിസ്തുവിൻ്റെ വൈരികളുടെ ലക്ഷണമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ വെളിപാട് 13-ാം അധ്യായത്തിൽ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു, 13-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ. ഇനി അതുപോലെ തന്നെ 21-ാം അധ്യായത്തിൽ 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാപട്യം പ്രവർത്തിക്കുന്നവർ പുതിയ ജെറുസലേമിൽ പ്രവേശിക്കുകയില്ല എന്ന്. 21, 27, 22, 15. അപ്പോൾ കാപട്യം പ്രവർത്തിക്കുന്നവർ ആ പുതിയ ജെറുസലേമിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഇവിടെ വ്യാജം പറയുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് വ്യാജങ്ങളായവയുടെ പിന്നാലെ പോകുക, അല്ലെങ്കിൽ വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോവുക എന്നാണ് അർത്ഥമാക്കുക. അത് സംസാരത്തിൽ മാത്രമല്ല അത് അർത്ഥമാക്കുന്നത്, ജീവിതം മുഴുവനുമുള്ള സത്യസന്ധത തന്നെയാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസം പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. ഇനി അവസാനം പറയുന്നു, ഇവർ നിഷ്കളങ്കരാണ്. നിഷ്കളങ്കർ, അതിനും ബലിയുമായിട്ട് ഒരു ബന്ധമുണ്ട്. ദൈവത്തിന് ബലിയെ അർപ്പിക്കുന്ന മൃഗങ്ങൾ കളങ്കരഹിതമായിരിക്കണം എന്ന് പറയുന്നുണ്ട് ലേവ്യരുടെ പുസ്തകത്തിൽ 21, 22-ാം അധ്യായത്തിൽ. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അമോമോസ് എന്ന പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിന് ബലിയായി സമർപ്പിക്കപ്പെട്ടവരാണ് ഇവർ എന്ന് അർത്ഥം. അപ്പോൾ കർത്താവും ദൈവത്തിനും സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട ആ വ്യക്തികളെയാണ് ഇവിടെ അവതരിപ്പിക്കുക. അതായത് കുഞ്ഞാടിന് വധുവാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഇവരെല്ലാം.
ഈ ദൈവജനം സിയോനിൽ നിൽക്കുന്നവർ കുഞ്ഞാടുമായി വിവാഹ നിശ്ചയം ചെയ്തവരാണ്. ഈ കുഞ്ഞാടുമായിട്ടുള്ള വിവാഹത്തിന് സന്നിധരാകുമ്പോൾ ഇവർ ശോഭയേറിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു, നിർമ്മല വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ 14 അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യമായ ആ രക്ഷയിൽ പങ്കുചേരുന്ന 144,000 പേരെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള പല വിശേഷണങ്ങളിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ മഹനീയമായ രക്ഷയെ ഇവിടെ സൂചിപ്പിക്കുന്നു. അവർ ദൈവത്തിന് സ്വന്തമാണ്, അവർ ക്രിസ്തുവിൻ്റെ പിന്നാലെ മാത്രം പോകേണ്ടവരാണ് എന്നിവിടെ ഊന്നി പറയുന്നു. നമുക്കുമുള്ള സന്ദേശം അതുതന്നെയാണ്. ദൈവത്തിൻ്റെ രക്ഷയിൽ പങ്കുചേരുന്ന നാം ആ ക്രിസ്തുവിൻ്റെ പാതയിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ ആയിരിക്കേണ്ടവരാണ്. ആ ക്രിസ്തുവിനെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കേണ്ടവരാണ്. നമ്മുടെ അധരങ്ങളിൽ വ്യാജം പാടില്ല, വ്യാജമായയുടെ പിന്നാലെ പോകാനും പാടില്ല. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.